HMT റിലീസ് ചെയ്ത ആ പോക്കറ്റ് മെക്കാനിക്കൽ വാച്ചാണ്. ഈ വാച്ചിൽ ഉപയോഗിച്ചേക്കുന്ന മൂവ്മെൻറ്റ് HMTയുടെ 0231 വാച്ച് ഇങ്ങനെ ഞാൻ പിടിച്ചിരിക്കാൻ ഒരു റീസൺ ഉണ്ട്. ഇതിൻ്റെ പേരാണ് ആൽബർട്ട് ചെയിൻ. ഇതിൻ്റെ ഡെക്കറേറ്റീവ് മൂവ്മെൻറ്റ് പോക്കറ്റ് വാച്ചുകൾ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഇതിന് കീ കൊടുക്കാൻ ഒരു കീ കൊണ്ടു നടക്കണമായിരുന്നു. പാറ്റക് ഫിലിപ്പിലെ ആൻഡ്രിയൻ ഫിലിപ്പ് എന്ന് പറഞ്ഞ കക്ഷിയാണ് ക്രൗൺ കണ്ടുപിടിച്ചതും വാല്യൂ ഉള്ളത് അമേരിക്കൻ മെയ്ഡ് വിൻറ്റേജ് പോക്കറ്റ് വാച്ചുകൾക്കാണ്. ജർമ്മനിയിലുള്ള ഒരു പീറ്റർ ഹെലൻ വാച്ച് മേക്കർ പോക്കറ്റ് വാച്ചുകൾ പ്രധാനമായും 2 ടൈപ്പാണ്. ബ്ലാങ്ക് പേ ആണ് ഏറ്റവും ഓൾഡസ്റ്റ് റെക്കോർഡഡ് ഹിസ്റ്ററിയുള്ള ഒരു വാച്ച് കമ്പനി. ഈ ഓപ്പൺ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോക്കറ്റ് വാച്ചിൽ പ്രത്യേകിച്ച് ഒരു കവറോ ഒന്നും ഉണ്ടാവില്ല. ഇതിന് 100 കേസ് എന്നൊരു പേര് വരാനുള്ള ഒരു കാര്യം ഫോക്സിന് ആരാണ് വേട്ടയാടാൻ പോണത്. അതേക്കടെ നമുക്ക് തുറക്കാതെ തന്നെ സമയം കാണാം. ടൈറ്റൻ വാച്ച് കമ്പനിക്ക് HMTയുടെ ഈ പേര് വാങ്ങി. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ പലതരം വാച്ചുകളെ പറ്റി സംസാരിച്ചു, മൂവ്മെൻറ്റുകളെ പറ്റി സംസാരിച്ചു, ക്ലോക്കുകളെ പറ്റി സംസാരിച്ചു, ടെക്നോളജികൾ പറഞ്ഞു, ഹിസ്റ്ററി പറഞ്ഞു, കഥകൾ പറഞ്ഞു. ഇന്ന് നമ്മുടെ ചാനലിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പോക്കറ്റ് വാച്ചിനെ പറ്റിയാണ്. അതും നമ്മൾ ഇന്ത്യക്കാരുടെയൊക്കെ നൊസ്റ്റാൾജി ആയിട്ടുള്ള HMT എന്ന് പറഞ്ഞ കമ്പനി റിലീസ് ചെയ്ത ഒരു ഗോൾഡൻ മെക്കാനിക്കൽ പോക്കറ്റ് വാച്ചിനെ പറ്റിയാണ് ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. ആ പോക്കറ്റ് മെക്കാനിക്കൽ വാച്ചാണ് ഈ കാണുന്നത്. HMT എന്ന് പറഞ്ഞൊരു കമ്പനി സ്ഥാപിക്കാണ്ടായ കാരണവും വിദേശ സഹകരണത്തോടു കൂടി അത് തുടങ്ങിയതും അതിലുപയോഗിച്ച മൂവ്മെൻറ്റിനെ പറ്റിയും പിന്നെ അതിൻ്റെ ഒരു ഇൻഹൗസ് മൂവ്മെൻറ്റ് സ്റ്റാറ്റസ്, പിന്നെ അത് തുടങ്ങിയപ്പോൾ ഉണ്ടായ വെയിറ്റിംഗ് പീരീഡ്, പ്രസൻറ്റ് സിറ്റുവേഷനിൽ പല ആൾക്കാരും അത് വാങ്ങി വിദേശങ്ങളിൽ മറച്ചു വിൽക്കുന്നതിനെ പറ്റിയും ഇപ്പോൾ വിദേശികളുടെ ഇടയിൽ അതിനുള്ള ഒരു സ്വീകാര്യതയെ പറ്റി ഇപ്പോൾ പ്രസൻറ്റിലുള്ള അതിൻ്റെ തകർച്ചയ്ക്ക് കാരണവും നോക്കി നടത്തി വരുന്നവരുടെ ദീർഘവീക്ഷണ ഇല്ലായ്മേനെ പറ്റിയൊക്കെ ഞാൻ അതിൽ വിശദമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോയിൽ അതൊന്നും ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരിട്ട് ഈ വാച്ചിനെ പറ്റിയും ഇത് വാങ്ങാണ്ടായ ഒരു കാരണത്തെ പറ്റിയും ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഒക്കെ പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. ഒരു കഥ തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ഹിസ്റ്ററി പറയലും നമുക്ക് ശീലമുള്ളൂ. ഹിസ്റ്ററി പറഞ്ഞില്ലെങ്കിൽ അതിനൊരു ഒരു ഫുൾഫിൽമെൻറ്റ് ഉണ്ടാവില്ലേ. അപ്പോൾ നമുക്ക് പോക്കറ്റ് വാച്ചുകളുടെ ഒരു ചെറിയ ഹിസ്റ്ററി പറഞ്ഞിട്ട് ഇവിടേക്ക് തിരിച്ചു വരാം. പോക്കറ്റ് വാച്ചുകളെ പറ്റി നമ്മൾ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 1462 ഇറ്റാലിയൻ വാച്ച് മേക്കറായ ബാറ്റർലോമേ എന്ന് പറഞ്ഞ ഒരു കക്ഷി അയച്ചൊരു ലെറ്ററിലാണ് ഒരു വാച്ചിനെ പറ്റി ഒരു ഫസ്റ്റ് റെഫറൻസ് ഹിസ്റ്റോറിയൻസ് കണ്ടുപിടിക്കുന്നത്. അത് കഴിഞ്ഞ് 1520കളിലൊക്കെ ജർമ്മനിയിലുള്ള ഒരു പീറ്റർ ഹെലൻ വാച്ച് മേക്കർ ന്യൂറംബർഗിൽ ഒരുപാട് പോക്കറ്റ് വാച്ചുകൾ ഉണ്ടാക്കി കൊടുത്തിരുന്നു എന്ന് ഒരു റെഫറൻസ് ഉണ്ട്. ബ്ലാങ്ക് പേ ആണ് ഏറ്റവും ഓൾഡസ്റ്റ് റെക്കോർഡഡ് ഹിസ്റ്ററിയുള്ള ഒരു വാച്ച് കമ്പനി. അവരും പോക്കറ്റ് വാച്ചിലാണ് തുടങ്ങിയിരിക്കുന്നത്. പോക്കറ്റ് വാച്ചുകൾ പ്രധാനമായും 2 ടൈപ്പാണുള്ളത്. ഒന്ന് ഓപ്പൺ കേസും ഒന്ന് 100 കേസും. ഈ ഓപ്പൺ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോക്കറ്റ് വാച്ചിൽ പ്രത്യേകിച്ച് ഒരു കവറോ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഡയറക്റ്റ് ടൈം കാണാൻ പറ്റും. ബാക്ക് സൈഡിലേക്ക് തിരിച്ച് നോക്കിയാൽ ചിലപ്പോൾ അതിൻ്റെ കേസ് ആയിരിക്കും, അല്ലെങ്കിൽ ഓപ്പൺ കേസ് ആണെങ്കിൽ നമുക്ക് അതേക്കടെ മൂവ്മെൻറ്റ് കാണാൻ പറ്റും. രണ്ടാമത്തെ ടൈപ്പ് 100 കേസ് എന്ന് പറയും. അതായത് ഒരു കവർ ഉണ്ടായിരിക്കും ഈ പോക്കറ്റ് വാച്ചിന്, അത് തുറന്നിട്ട് വേണം നമുക്ക് സമയം കാണാൻ. ഇതിന് 100 കേസ് എന്നൊരു പേര് വരാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ഒരു ടീമാണ്. അതായത് അവിടുത്തെ ഫോക്സ് ഹണ്ടേഴ്സ്, നമ്മൾ പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഫോക്സ് ഹണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഫോക്സിന് ആരാണ് വേട്ടയാടാൻ പോകുന്നത്. ഈ പറഞ്ഞ 1500-1600 കാലഘട്ടത്തിലൊക്കെ അവിടെ കന്നുകാലികളെ വളർത്തലൊക്കെ ആയിരിക്കും മെയിൻ ബിസിനസ്. ഈ ഫോക്സുകൾ വന്ന് ശല്യം ചെയ്യുമ്പോൾ ഇവരിതിനെ ഹണ്ടിങ്ങിന് പോകാറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ വാച്ചിൽ ഓപ്പൺ ഫേസ് ആണെങ്കിൽ ഇത് സ്ക്രാച്ച് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് ഒരു ലിഡ് യൂസ് ചെയ്തിരുന്നു. അത് ഓപ്പൺ ചെയ്തിട്ട് വേണം അപ്പോൾ ഇതിൽ സമയം കാണാൻ. അങ്ങനെയാണ് ഇതിന് 100 കേസ് എന്ന് പേര് വരാൻ കാരണം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് 2 ടൈപ്പ് കാറ്റഗറികളാണ് ഈ പോക്കറ്റ് വാച്ച് ഉള്ളത്. ഈ 100 ടൈപ്സിൽ തന്നെ സെൻറ്റർ പോർഷനിൽ ഒരു ചെറിയ ഭാഗം തുറന്നതുണ്ട്. അതിൽ ഹാഫ് 100 കേസ് എന്ന് പറയുന്നത്. അതേക്കടെ നമുക്ക് തുറക്കാതെ തന്നെ സമയം കാണാം. പിന്നെ ഫുള്ളി നമുക്ക് ഫങ്ഷൻസ് കാണണമെങ്കിൽ ഓപ്പൺ ചെയ്ത് നോക്കുന്ന രീതിയും. ഇങ്ങനത്തെ 2 ടൈപ്പ് പോക്കറ്റ് വാച്ചുകളാണ് പ്രധാനമായും നിലവിലുള്ളത്. ഇതിൻ്റെ തുടക്ക കാലഘട്ടത്തിലൊക്കെ ഇതിന് കീ കൊടുക്കാൻ ഒരു കീ
കൊണ്ടു നടക്കണമായിരുന്നു. നമുക്ക് ഈ വാച്ചിൻ്റെ ബാക്ക് സൈഡിൽ കീ കൊടുക്കുക, ഒരു ഹോൾ നമ്മൾ ക്ലോക്കിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ കീ കൊടുത്തിട്ട് വേണം ഇത് പ്രവർത്തിക്കാൻ. അതിനെ കീ ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള പോക്കറ്റ് വാച്ച് എന്നുള്ള ഒരു പേരാണ് യൂസ് ചെയ്തിരുന്നത്. ആ പേര് കീ വൈൻഡ് കീ സെറ്റ് മൂവ്മെൻറ്റ്സ് എന്നാണ് പറഞ്ഞിരുന്നത്. അതിനുശേഷമാണ് ഇതിനൊരു ക്രൗൺ വരുന്നതും ക്രൗൺ യൂസ് ചെയ്തിട്ട് സമയം അഡ്ജസ്റ്റ് ചെയ്യുന്നതും കീ കൊടുക്കുന്നതും. അതിനെ അവർ പറഞ്ഞിരുന്നത് സ്റ്റെം വൈൻഡ് പോക്കറ്റ് വാച്ച് എന്നാണ്. ഇതാണ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിൻ്റെ 2 കാറ്റഗറികൾ. പിന്നെ ഈ സ്റ്റെം വൈൻഡ് പോക്കറ്റ് വാച്ച് കണ്ടുപിടിച്ചത് ഒരു പ്രശസ്തമായ കമ്പനിയാണ്. പാതെക് ഫിലിപ്പിലെ ആൻഡ്രിയൻ ഫിലിപ്പ് എന്ന് പറഞ്ഞ കക്ഷിയാണ് 1842 ഈ ക്രൗൺ കണ്ടുപിടിച്ചതും പോക്കറ്റ് വാച്ചിന് ഈ സ്റ്റെം വൈൻഡ് എന്നുള്ള ഒരു ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് 1851 മാർക്കറ്റിൽ വരുന്നതും പിന്നെ എല്ലാ പോക്കറ്റ് വാച്ചുകളിലും ഈ കീ എടുത്ത് കളഞ്ഞ് ഈ സ്റ്റെം വൈൻഡ് എന്ന് പറഞ്ഞ ടെക്നോളജിയിലേക്ക് മാറുകയാണ് ചെയ്തത്. ഇതാണ് പ്രധാനമായും പോക്കറ്റ് വാച്ചുകളെ പറയാനുള്ള കുറച്ച് ഹിസ്റ്ററിയും അതിൻ്റെ കാറ്റഗറികളും ഒക്കെ. ഇനി നമുക്ക് നമ്മളുടെ HMTയുടെ ഈ പോക്കറ്റ് വാച്ചിനെ പറ്റി കുറച്ച് അടുത്തറിയാം. ഇതാണ് നമ്മുടെ മെക്കാനിക്കൽ ഗോൾഡൻ HMT പോക്കറ്റ് വാച്ച്. ആസ് യൂഷ്വൽ HMTയുടെ നെയിം മുകളിൽ കൊടുത്തേക്കുന്നു. പിന്നെ അവർ ഉപയോഗിച്ചിരിക്കുന്ന പാരാഷോക്ക് സിസ്റ്റത്തിനെ പറ്റി പറഞ്ഞേക്കുന്നു. 17 ജെൽസ് ആണ്. പിന്നെ ഇന്ത്യ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. റോമൻ ലെറ്റേഴ്സാണ്. പിന്നെ ഇവിടെ മൂവ്മെൻറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. 0231A. ഇതിൻ്റെ ക്രൗൺ ടോപ്പിലാണ് 12 o'clockൻ്റെ മുകളിൽ. ഇത് പുഷ് ബട്ടണൊന്നുമല്ല, ഡയറക്റ്റ് വൈൻഡ് ചെയ്ത വൈൻഡ് ആവും. വാച്ച് ഇങ്ങനെ ഞാൻ പിടിച്ചിരിക്കാൻ ഒരു റീസൺ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ പോക്കറ്റ് വാച്ച് പണ്ട് കൊണ്ടു നടക്കുമ്പോൾ ഇതിൻ്റെ ചെയിൻ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ആൾക്കാർ കയ്യിൽ ഇത് പിടിച്ചിരുന്നത്. അല്ലെങ്കിൽ ഈ ഒരു പിൻ, അതായത് ആ കോട്ടും സൂട്ടൊക്കെ ധരിക്കുന്ന ആൾക്കാരായിരുന്നല്ലോ, കോട്ടിൽ ഇത് കണക്ട് ചെയ്യാനുള്ള ഒരു ഇതിനെയാണ് ഇതിൻ്റെ പേരാണ് ആൽബർട്ട് ചെയിൻ. അതായത് പ്രിൻസ് ആൽബർട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ ചെയിനിന് അങ്ങനെ ഒരു പേര് വന്നത്. അപ്പോൾ ഇത് കോട്ടിൽ കണക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് കോട്ടിൻ്റെ പോക്കറ്റിൽ ഈ വാച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഈ വാച്ചിനെ അടുത്ത് അറിയുകയാണെങ്കിൽ ഇതിൽ കണ്ടോ, ഇതിൻ്റെ ഡെക്കറേറ്റീവ് മൂവ്മെൻ്റ് ആണ്. ഇതിൽ HMTന്ന് എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. റെഡ് കളറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 17 ജ്വൽസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പോക്കറ്റ് വാച്ചുകൾ ഞാൻ പലതും HMTയുടെ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഓപ്പൺ കേസായിട്ട് ഇങ്ങനത്തെ ഒരു മോഡൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതാണ് സ്റ്റെം വൈൻഡ് എന്ന് പറഞ്ഞ ടെക്നോളജി ഞാൻ പറഞ്ഞത്. അതായത് ഇതിൽ തന്നെ ക്രൗൺ ഉള്ളത്. ഈ വാച്ചിൽ ഉപയോഗിച്ചേക്കുന്ന മൂവ്മെൻറ്റ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫേമസ് ആയിട്ടുള്ള സിറ്റിസൻ്റെ കൊളാബറേഷനിൽ ഉണ്ടാക്കിയിട്ടുള്ള 0201 എന്ന് പറഞ്ഞ സിറ്റിസൻ്റെ മൂവ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് അത് ഇതിൽ എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. HMTയുടെ 0231 എന്നാണ് ഇതിൽ പറയുന്നത്. ഇതിൽ ബേസിക്കലി 3 ഹാൻഡ് വൈൻഡിങ് മൂവ്മെൻ്റ് ആണ് ഇതിൽ ഉപയോഗിച്ചേക്കുന്നത്. ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ഇൻഫർമേഷൻ എന്താണെങ്കിൽ ഇതിൻ്റെ 18,000 VPH 17 ജ്വൽസ് ഉള്ള പാലറ്റ് റിവർ എസ്കേപ്മെൻ്റ് ഉള്ള ഒരു മൂവ്മെൻ്റ് ആണിത്. ഇതിൽ പാരാഷോക്ക് 1 എന്ന് പറഞ്ഞ ഒരു ടെക്നോളജിയാണ് ഷോക്ക് പ്രൊട്ടക്ഷന് വേണ്ടി ഇവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക് ഐസിൽ കൂടെ നമുക്ക് ഇതിൻ്റെ മൂവ്മെൻറ്റ് കാണാൻ പറ്റും. ഇതിൽ HMT മെൻഷൻ ചെയ്തിട്ടുണ്ട് 17 ജ്വൽസ്. പിന്നെ ഈ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പ്ലസ് ഓർ മൈനസ് എല്ലാം കാണാം. വാട്ടർ റെസിസ്റ്റൻസ് എത്രയാണെന്ന് ഇതിനറിയില്ല. നോർമലി പോക്കറ്റ് വാച്ചിനൊന്നും അത്ര അധികം വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. ഇതിൻ്റെ സ്ക്രൂസൊക്കെ കളർഫുള്ളാണ്. ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. റെഡ് കളറിനോട് ഒരു ചെറിയ ചേർച്ചയുള്ളതാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇതൊരു ബ്ലാക്ക് ആയിരുന്നെങ്കിൽ ഒന്നും കൂടി നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്നാലും റെഡ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലോ, അതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ. ഗോൾഡ് പ്ലേറ്റഡ് ആണ്. ഇതിപ്പോൾ 10 വർഷത്തോളമായി. ഞാനിത് 2014 വാങ്ങുന്നത്. ഇത് ഒരുവിധ ദിവസങ്ങളിലൊക്കെ കീ കൊടുത്ത് വെക്കാറുണ്ട്. പിന്നെ ഇടയ്ക്ക് മറന്നു പോകുമ്പോൾ മാത്രമേ നിൽക്കാറുള്ളൂ. പക്ഷേ ഇത് കൃത്യമായിട്ട് ഓടുന്നുണ്ട്. ഒരു 30-32 മണിക്കൂറൊക്കെ പവർ റിസർവ് ഉണ്ട് ഇതിന്. ഇത് പോക്കറ്റ് വാച്ചുകൾ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു യൂണിറ്റാണ്. ഇതിങ്ങനെ നമുക്ക് പൊന്തിച്ചാൽ ഗ്ലാസ് എടുത്ത് മാറ്റാം. ഈ സ്റ്റാൻഡിൽ നമുക്ക് ഈ പോക്കറ്റ് വാച്ചിനെ ഹാങ് ചെയ്യാം. ഇത് ഇപ്പോൾ ഇന്ത്യയിലൊക്കെ കിട്ടുന്നുണ്ട്. ഇത് ഞാൻ വാങ്ങിയ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഇത് ഞാൻ പിന്നെ US ഓർഡർ ചെയ്തിട്ട് ബ്രദറിനുള്ള ഇത് കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ ഒരു വില നോക്കി കഴിഞ്ഞാൽ ഈ വാച്ചിനേലും വില കൂടുതലാണ് ഈ ഡിസ്പ്ലേ യൂണിറ്റ്. ആക്ച്വലി ഈ വാച്ച് ഇപ്പോൾ $250 സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഓൺലൈനിൽ അവൈലബിൾ ഉള്ളത്. ഇതാണ് ആൽബർട്ട് ചെയിൻ എന്ന് പറഞ്ഞ ഈ ഗോൾഡൻ ചെയിൻ. ഇത് കളറൊന്നും പോയിട്ടില്ല, നല്ല ഗോൾഡ് പ്ലേറ്റിംഗ് ആണ്. പിന്നെ ഈ വാച്ച് ഇങ്ങനെയാണ് ഇതിലേക്ക് ഹാങ് ചെയ്യാൻ. നമുക്ക് ആവശ്യാനുസരണം ഇങ്ങനെ ക്ലോസ് ചെയ്ത് വയ്ക്കാം.
ഇത് ആക്ച്വലി നമ്മളുടെ ഓഫീസിലൊക്കെ ഒരു നല്ല ഡിസ്പ്ലേ യൂണിറ്റായിട്ട് വയ്ക്കാവുന്നതാണ്. അല്ലെങ്കിൽ വീട്ടിലായാലും എവിടെയായാലും നല്ല ഒരു ലുക്കുള്ള ഒരു സംഭവമാണ്. നമുക്ക് ഈ വാച്ചുകളെ പറ്റിയിട്ടുള്ള പഠനവും അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ പഠിച്ച് ഇൻട്രസ്റ്റ് കയറി പല ടൈപ്പിലുള്ള വാച്ചുകൾ കളക്ട് ചെയ്യാൻ തുടങ്ങി. വലിയ വലിയ വാച്ചുകളല്ല, നമ്മളെ കൊണ്ട് പറ്റാവുന്ന വാച്ചുകൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്കൊരു മെക്കാനിക്കൽ വാച്ച് വാങ്ങണമെന്നും അതൊരു പോക്കറ്റ് വാച്ചിലേക്കുള്ള ഇൻട്രസ്റ്റിലേക്ക് എത്തുകയും ചെയ്തത്. ഓൺലൈനിൽ പല വാച്ചുകളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കി വരുമ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാച്ചുകൾ എടുത്ത് നോക്കിയാൽ അതിലത്തെ മൂവ്മെൻറ്റ്സ് മുഴുവൻ ചൈനീസ് മേക്ക് ആയിരിക്കും. അതുകൂടാതെ അതൊന്നും നമ്മളുടെ ഇവിടെ ഒന്നും അവൈലബിളും അല്ല. എല്ലാം അമേരിക്കയിലേക്കാണ് അവൈലബിൾ. ബിക്കോസ് അമേരിക്കയിലാണ് പോക്കറ്റ് വാച്ചുകൾക്ക് ഇപ്പോഴും കൂടുതൽ ആൾക്കാർ, ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുള്ളത്. അതൊരു ഇൻഫർമേഷനാണ്. വിൻറ്റേജ് പോക്കറ്റ് വാച്ചുകൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് വാല്യൂ ഉള്ളതും അമേരിക്കൻ മെയ്ഡ് വിൻറ്റേജ് പോക്കറ്റ് വാച്ചുകൾക്കാണ്. അപ്പോൾ അമേരിക്കയിലാണ് ഈ പോക്കറ്റ് വാച്ചുകൾ നിങ്ങളിപ്പോൾ ഏത് ബഡ്ജറ്റിൽ നോക്കിയാലും പെട്ടെന്ന് കിട്ടുക. സംഭവം കളക്ട് ചെയ്യുക അല്ലെങ്കിൽ വാങ്ങുമ്പോൾ അതിനൊരു നല്ല മൂവ്മെൻറ്റ് വേണമെന്നുള്ളത് നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. ഞാൻ ലാസ്റ്റ് ടീസോടെ ഒരു പർട്ടിക്കുലർ മൂവ്മെൻറ്റ് ETA ഉണ്ടാക്കുന്ന ഒരു മൂവ്മെൻറ്റിനുള്ള ഒരു വാച്ച് കണ്ടുപിടിച്ചു. അതിന് പക്ഷേ കുറച്ച് പ്രൈസ് കൂടുതലായിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നാട്ടിലേക്ക് എത്തുന്നതും ആ സമയത്താണ് ഈ HMT പൂട്ടാൻ പോകുന്ന അനൗൺസ്മെൻറ്റ് കണ്ടത്. HMTയിലേക്ക് ഇമെയിലൊക്കെ അയച്ചിരുന്നു, എവിടെ കിട്ടും എന്നൊക്കെ ചോദിച്ചിട്ട്. അവർ മറുപടി തന്നു, ഏതെങ്കിലും സ്റ്റോറിലുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ നേരെ തൃശ്ശൂർ വെസ്റ്റിലുള്ള ഒരു HMTയുടെ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഈ പൈലറ്റോ അല്ലെങ്കിൽ ജനത ഏതെങ്കിലും ഒരു മോഡൽ വാങ്ങാമെന്ന് വെച്ചിട്ടാണ് അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സെയിൽസിലുള്ള ആൾക്കാർ മുഴുവൻ ആ വാച്ചുകളൊന്നും അവൈലബിൾ അല്ല, എല്ലാവരും വന്ന് ഇപ്പോൾ വാങ്ങിക്കൊണ്ടു പോകണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു വാച്ചും അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ അവർ കോട്സ് വാച്ചൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ഒരു സെയിൽസ്മാൻ പറഞ്ഞു, മോനെ ഇവിടെ ഒരു വേറൊരു സംഭവം ഉണ്ട്, അത് കുറേ കാലമായി ഇവിടെ ഇരിക്കുന്നു, ആരും അതിനൊരു വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, അത് ഞാൻ കാണിച്ചു തരാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവും എന്ന് പറഞ്ഞു. അകത്ത് പോയി ഒരു ബോക്സ് കൊടുന്ന് ഞാൻ നോക്കുമ്പോൾ അത് നമ്മുടെ HMTയുടെ പോക്കറ്റ് വാച്ച്. വേറെ കൂടുതലൊന്നും ചോദിക്കാതൊന്നുമില്ല, എത്രയാണ് ചാർജ് എന്ന് ചോദിക്കുമ്പോൾ ആൾ പറഞ്ഞു ഇതിന് 2700 രൂപ വില, 50% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 1350 രൂപയ്ക്ക്. അപ്പോൾ തന്നെ പൈസ കൊടുത്തു, അത് വാങ്ങി വീട്ടിലേക്ക് പോയി. ഇതാണ് ഇത് വാങ്ങാനുണ്ടായ ഒരു കാരണം. ഇപ്പോൾ ഈ HMT ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് കിട്ടാനില്ലാത്തൊരവസ്ഥ വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു വിലേനെ പറ്റിയും ഇതിൻ്റെ ഒരു ഇൻഹൗസ് മൂവ്മെൻറ്റ് സ്റ്റാറ്റസിനെ പറ്റിയൊക്കെ ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും പേര് യൂസ് ചെയ്തിട്ടുള്ള, ഇത്രയും പേർക്ക് അറിയാവുന്ന ഇങ്ങനത്തെ ഒരു വാച്ചിന് ഇത്രയും വില കുറഞ്ഞു പോയത് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നാറുണ്ട് ഇടയ്ക്ക്. ബിക്കോസ് ഇത് എങ്ങനെ പോകേണ്ട ഒരു കമ്പനിയായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, മെബാക് എന്ന് പറഞ്ഞിട്ട് ഒരു ഫേമസ് ആയിട്ടുള്ള കാർ കമ്പനി ഉണ്ടായിരുന്നു. അതിനെ മെഴ്സിഡസ് ബെൻസ് ഏറ്റെടുത്തിട്ട് അവരുടെ ഒരു മെയിൻ മോഡലാക്കി മാറ്റി. അതുപോലെ ഈ ഇന്ത്യയിലുള്ള ടൈറ്റൻ വാച്ച് കമ്പനിക്ക് HMTയുടെ ഈ പേര് വാങ്ങി HMT എന്ന് പറഞ്ഞ ഒരു മോഡൽ ഇറക്കാവുന്നതാണ് സെപ്പറേറ്റ് ആയിട്ട്. അല്ലെങ്കിൽ റിലയൻസ് പോലെയുള്ള വലിയൊരു കമ്പനിക്ക് ഒരു പുതിയ വാച്ച് കമ്പനി തുടങ്ങി ഈ HMTയുടെ പേര് വാങ്ങാവുന്നതാണ്. ഇത് അത്ര വലിയൊരു സംഭവമൊന്നുമില്ല. എന്താ വെച്ചാൽ പല ലക്ഷറി ബ്രാൻഡുകളുടെയും കമ്പനികളിൽ വെറും 100 പേരൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. 100 പേര് 50 പേരൊക്കെ വെച്ച് റൺ ചെയ്യുന്ന വാച്ച് കമ്പനികളുണ്ട്. അപ്പോൾ ഇത് HMT എന്നുള്ള ആ ഒരു ബ്രാൻഡ് നെയിമിന് ഒരു വാല്യൂ ഇപ്പോഴും ഉണ്ട്. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം നടന്ന് ഈ HMT എന്നുള്ള കമ്പനി നിലനിൽക്കണം എന്നൊക്കെ എൻ്റെയൊക്കെ ഒരു ആഗ്രഹമാണ്. അത് നിങ്ങൾക്ക് പലർക്കും അങ്ങനെ തന്നെ ആഗ്രഹങ്ങളുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഇനി ഇതിനെ പറ്റിയിട്ട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അടുത്തൊരു വീഡിയോയിൽ പുതിയ ഇതേപോലെ ഏതെങ്കിലും കഥകളുമായി വീണ്ടും വരുന്നത് വരയ്ക്കും ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.